പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വിഷു സാരി ഡ്രേപ്പിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ അത്. നമ്മുടെ സെറ്റ് സാരിയിൽ ധോത്തി സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാനൊരു 3 ടൈപ്പ് ധോത്തി സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്നുണ്ട്. ധോത്തി സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ആയിട്ട് പറയാനുള്ളത്, നമ്മളിതുപോലെ 2 സൈഡിലും ബോർഡറുള്ള സാരി നോക്കിയിട്ട് എടുക്കുക. അതുപോലെ ഇതൊരു ടിഷ്യൂ സിൽക്കിൽ വരുന്ന സാരിയാണ്. നമുക്ക് ഷിഫോൺ സാരി അല്ലെങ്കിൽ ജോർജറ്റ് സാരി, സിൽക്ക് സാരി ആണെങ്കിലും കുറച്ചായിട്ടുള്ള സാരികൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. പക്ഷേ ടിഷ്യൂ സിൽക്ക് കുറച്ചിങ്ങനെ ബ്ലാ വെച്ച് നിൽക്കുമെന്ന് വെച്ചാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് അരുണ എന്ന് പറയുന്നൊരു കുട്ടിയാണ് നമുക്ക് മെസ്സേജ് ചെയ്തത്. കുട്ടിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഏകദേശം ഞാൻ ആദ്യം സാരി ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ധോത്തി സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് ചെയ്യാവോ എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ധോത്തി സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സാരിയിൽ നമുക്ക് ധോത്തി സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് ചെയ്തിട്ട്. ധോത്തി സ്റ്റൈൽ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഈ പറഞ്ഞ പോലെ ബോർഡറുള്ള സാരിയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. 2 സൈഡിലും ബോർഡർ ഉണ്ട് ഇതിന്, കണ്ടോ. ഇതുപോലെ ഒരു ലെഗിൻസ് ഇടാം. ലെഗിൻസ് എന്ന് പറഞ്ഞാൽ 3/4 മതി. ഇപ്പോൾ ഇത് ഫുള്ളുണ്ട്, പക്ഷേ 3/4 ലെഗിൻസ് മതി. പിന്നെ ഞാൻ ഈ ഒരു ബ്ലൗസ് ഏകദേശം എല്ലാത്തിനും മാച്ചാവുന്ന ടൈപ്പ് ഒരു ബ്ലൗസ് നോക്കി തയ്പ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ രീതിയിലാണ് തയ്പ്പിക്കാറ്, ബ്ലൗസായിട്ട് തയ്പ്പിക്കാറില്ല. കാരണം എനിക്ക് കുറച്ച് ഇറങ്ങി നിൽക്കുന്നതാണ് കംഫർട്ടബിൾ. കുറച്ചും കൂടി കയറി നിൽക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇറക്കിയിട്ടാണ് തയ്പ്പിക്കാറ്. അപ്പം ഇതുപോലെ ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇതിന് മാച്ചാവുമെന്ന് വിചാരിക്കുന്നു. ഷൂ ഇതിന് നിർബന്ധമില്ല, പക്ഷെ എന്നാലും ഞാൻ ഒരു ഷൂ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ സാരിക്ക് കുറച്ച് നീള കൂടുതലുണ്ട്. സാധാരണ നമ്മുടെ സാരീൻ്റെ ഒരു 1/3 ഓഫ് ദ സാരി, ഏകദേശം ഒരു 1/3 ഒരു 1.5 മീറ്റർ സാരിയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 1.5 മീറ്റർ സാരി നമ്മൾ വിടണം. അതുപോലെ സാരീൻ്റെ ഒരു 2/3 ഭാഗം, ഒരു 2/3 ഭാഗവും നമ്മൾ റൈറ്റ് സൈഡിലുമാണ് കൊണ്ടുവരേണ്ടത്. അതായത് നമ്മുടെ മുന്താണീൻ്റെ പോർഷനൊക്കെ വരുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. സാരിക്ക് കുറച്ച് നീളക്കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം ഭാഗം അവിടേക്ക് വിടുന്നുണ്ട്. അല്ലെങ്കിൽ സാരീൻ്റെ മുന്താണി ഭയങ്കര ലെങ്ത്തായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഭാഗം ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വിടുന്നുണ്ട്. ശരിക്കും ഇത്രയും ലെങ്ത്ത് വിടേണ്ട കാര്യമില്ല, ഒരു 1/3 ഭാഗം വിട്ടാൽ മതി. നമ്മുടെ നേവൽ പാർട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നോട്ട് ഇടുമ്പം നല്ല ടൈറ്റായിട്ട് ഇടണം. കാരണം ഈ സാരി മൊത്തത്തിൽ ഹോൾഡ് ചെയ്താൽ നിൽക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എല്ലാം ടക്കിങ് ചെയ്ത് വെച്ച് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ടൈറ്റായിട്ട് ഈ നോട്ട് ഇട്ട് കൊടുക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ധോത്തി സ്റ്റൈൽ നമ്മുടെ കേരളത്തിലൊന്നും ആരും ഉടുത്ത് നടക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ ഇച്ചിരി പ്രശ്നമാണ് ഇത് ഉടുത്തിട്ട്, പക്ഷേ ഒരു സ്റ്റൈലിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമുക്കിത് ഇടാമെന്ന് തോന്നും. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ വിട്ട ഫാബ്രിക് നമ്മുടെ ലെഫ്റ്റ് ലെഗിൻ്റെ അടിയിൽ കൂടെ എടുക്കുക, കണ്ടോ. അതിനുശേഷം നമ്മളിതുപോലെ ബാക്കിൽ കൊണ്ടുവരിക. ബാക്കിൽ കൊണ്ടുവന്ന് ഇതിങ്ങനെ ടൈറ്റാക്കിയിട്ട് നമ്മുടെ ബാക്കിലെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇത് ജസ്റ്റ് ടക്കിങ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വേണമെങ്കിൽ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വരുന്ന ഭാഗം നമ്മൾ ഈ കസവ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുക. ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം എടുക്കുക. നമ്മുടെ ഈ താഴത്തെ കസവ് ഇതിങ്ങനെ മുകളിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇതെൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഭാഗം ഇങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കുന്നത്. ഇത് അത്യാവശ്യം കുറച്ച് വലിയ പ്ലീറ്റ്സ് ആയിട്ട് തന്നെ എടുക്കുക. ഈ ഒരു കസവ് മൊത്തത്തിൽ ഇതിങ്ങനെ വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നത്. കസവ് താഴത്തും ഈ കസവ് മുകളിലേക്കുമാണ് വരേണ്ടത്. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പ്ലീറ്റ്സൊക്കെ ഒന്ന് റെഡിയാക്കുക. ഇവിടുത്തെ ഇതൊക്കെ നല്ല വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് ഈ സെൻറ്റർ പോർഷനിലിടണ്ട, നമുക്ക് ഇപ്പുറ ഭാഗത്തേക്ക്
ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല, ഞാൻ ലാസ്റ്റ് ചെയ്യാം. ഈ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ റൈറ്റ് സൈഡിലെ നമ്മുടെ മുന്താണീൻ്റെ പോർഷൻ കിടക്കുന്ന റൈറ്റ് സൈഡിലാണ്. ഈ ഭാഗം എടുക്കാം. ഇത് റൈറ്റ് ലെഗിൻ്റെ അടിയിൽ കൂടി എടുത്തു. ഇനി നമുക്ക് നേരെ മുന്താണീൻ്റെ പ്ലീറ്റ്സ് എടുക്കാം. മുന്താണീൻ്റെ പ്ലീറ്റ്സ് വളരെ സിമ്പിളായിട്ട് എടുക്കാനുള്ള ഒരു ട്രിക്ക് കാണിക്കാം. സിമ്പിളായിട്ട് എങ്ങനെ പ്ലീറ്റ്സ് എടുക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഈ സാരീനെ ഏകദേശം പകുതിയാക്കുക. നമുക്ക് ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഭാഗമാണ് നമ്മുടെ മുകളിലേക്ക് വരേണ്ടത്, ഈ ഭാഗമാണ് അടിയിലേക്ക് വരേണ്ടത്. അതായത് അടിയിലത്തെ കസവ് ഇതും മുകളിലത്തെ കസവ് ഇതുമാണ്. അപ്പോൾ ഇത് ഉള്ളിലേക്കാണ് പോകേണ്ടത്. ജസ്റ്റ് നോർമൽ പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ തന്നെ എടുക്കുക. ജസ്റ്റ് എടുത്തു. ഈ കാണുന്നതിലത്തെ ഒരിഴ മാത്രം എടുക്കുക. കണ്ടോ, ഈ മടക്കിൽ ഓരോന്നും മാത്രം എടുക്കുക. അതുപോലെ അവസാനത്തെ ഇതിലത്തെ ഒരെണ്ണം മാത്രം എടുക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് നേരെ ഷോൾഡറിൽ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ പിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കിലത്തെ ഭാഗം റെഡിയാക്കുന്നത്. ബാക്കിൽ എടുക്കണ മുന്താണീൻ്റെ പോർഷൻ ഒന്ന് റെഡിയാക്കിയില്ല വെച്ചാൽ അതിങ്ങനെ ഭയങ്കര ബ്ലാ പറഞ്ഞിട്ട് കിടക്കും. അപ്പോൾ നമ്മളതൊന്ന് ഒതുക്കി വൃത്തിയായിട്ട് വേണമെങ്കിൽ അടിയിലൊരു പിന്നൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം പിന്നൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പ്ലീറ്റ്സൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിലത്തെ കസവ് നേരെ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഇതിങ്ങനെ ഭയങ്കര വിടർത്തി വെക്കുന്നതിനേക്കാളും ഭംഗി കുറച്ചൊന്ന് ഒതുങ്ങിയ രീതിയിൽ വെക്കുന്നത്. നമ്മുടെ നോർമൽ സാരി ഡ്രേപ്പിങ്ങിൽ നമ്മൾ ഒരുപാട് പ്ലീറ്റ്സ് ഇങ്ങനെ വെക്കാറുണ്ട്, പക്ഷേ ഇതിന് അത്രയ്ക്ക് കുറച്ച് വീതിയുള്ള പ്ലീറ്റ്സ് എടുക്കുന്നതാണ് നല്ലത്. ഇനി ഈ അടിയിലത്തെ ഏറ്റവും മുകളിൽ കാണുന്ന ആ കസവ് ജസ്റ്റ് നല്ലോണം വലിച്ചു പിടിച്ച് ഇവിടെ ബാക്കിൽ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഫാബ്രിക്സും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പ്ലീറ്റ്സ് ആക്കിയിട്ട് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബാക്കിൽ സെൻറ്റർ ഭാഗത്തായിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഒരുപാട് വലിക്കാൻ ഫാബ്രിക്സ് ഇല്ലാത്ത കാരണമാണ് ഞാൻ ജസ്റ്റ് അതിങ്ങനെ വലിച്ച് സെൻറ്ററിലായിട്ട് കുത്തി കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാവരും ഒരു വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് തന്നെ ഞാനും ഒരു വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്യുന്നത്, ഇത് വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്യുമ്പോഴാണോ ഭംഗി, അത് ഈ വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്യാത്തപ്പോഴാണോ ഭംഗി എന്ന് പറയണേ. ഇപ്പോൾ ജസ്റ്റ് ഇവിടെയാണ് കേട്ടോ എല്ലാവരും ആഡ് ചെയ്യാറ്, ഈ ഒരു ബ്ലൗസിന് തൊട്ട് താഴെയായിട്ടുള്ള ഉണ്ട്. ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മുടെ സെക്കൻഡ് ധോത്തി സ്റ്റൈലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഹാൻഡ് ഡിസ്റ്റൻസും അതിൻ്റെ കൂടെ ഒരു ഇത്തിരിയും കൂടിയും ആയിട്ടുള്ളൊരു ഭാഗം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും നമ്മുടെ മുന്താണീൻ്റെ പോർഷൻ നമ്മൾ റൈറ്റ് സൈഡിലേക്കുമാണ് കേട്ടോ. നോട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വിട്ട ഫാബ്രിക് ലെഫ്റ്റ് ലെഗിന് അടിയിലൂടെ എടുത്തിട്ട് റൈറ്റ് ഹാൻഡിൽ ഞാൻ പിടിച്ചിട്ടുള്ള ഈ കസവാണ് മുകളിലോട്ട് വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ കസവ് കുറച്ച് വലുതെടുക്കുക, അതിനേക്കാളും ചെറിയ പ്ലീറ്റ്സ് ആണ് നമ്മൾ അടിയിലേക്ക് എടുക്കുന്നത്. ജസ്റ്റ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ സംഭവം കൊണ്ടുവന്ന് നമ്മുടെ ബാക്കിൽ സെൻറ്റർ പോർഷനിലായിട്ട് വെക്കുക. ഇനി വേണമെങ്കിൽ ഇവിടെ നമുക്കിതിങ്ങനെ പിടിച്ചിട്ട്
ഒരു പിൻ ചെയ്ത് കൊടുക്കുക. റൈറ്റ് സൈഡിലെ ഭാഗം ഇതുപോലെ റൈറ്റ് ലെഗിൻ്റെ അടിയിൽ കൂടി എടുത്ത് ജസ്റ്റ് ഞാൻ നേരത്തെ എടുത്ത പ്ലീറ്റ്സ് ഞാൻ കളഞ്ഞിട്ടില്ല, ഞാനത് ഒരു തരി അടിയിലേക്കും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ വരുന്ന കെട്ടിൻ്റെ ഇങ്ങനെ മുകളിൽ കൂടെ താഴത്തേക്കായിട്ട് ഇങ്ങനെ ജസ്റ്റ് എടുക്കാം. ഈ അടിയിലേക്ക് പ്ലീറ്റ്സ് എന്തിനാണ് എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആ കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് കുത്തി വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെ ബാക്കിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പിൻസൊക്കെ അഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൈഡിലെ പ്ലീറ്റ്സൊക്കെ റെഡിയാക്കി പിന്നൊക്കെ അഴിച്ച് നമ്മൾ ജസ്റ്റ് ഇനി മുകളിലത്തെ ഭാഗം നമുക്ക് ആ പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിലും ആ പ്ലീറ്റ്സ് വെച്ചിട്ട് നമുക്ക് കുത്താൻ പറ്റില്ല. കാരണം ഇനി ബാക്കിൽ വരുന്ന ഭാഗം ഒരു സിക്സാക്ക് മോഡലിലാണ് നമ്മുടെ ബാക്കിൽ ഉള്ള നമ്മുടെ മുന്താണീൻ്റെ ഭാഗം വരിക, അല്ലാണ്ട് അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരത്തില്ല. അപ്പം നമ്മളത് നമ്മുടെ മേലിട്ടതിന് ശേഷം മാത്രം നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്താൽ മാത്രമേ അത് വൃത്തിയായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ സാരിക്ക് കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചും കൂടി ബാക്കിലേക്ക് ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ധോത്തി സ്റ്റൈൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തായാലും വടിയിൽ കമൻറ്റ് ചെയ്യണേ. ധോത്തി സ്റ്റൈലിൽ തന്നെ മൂന്നാമത്തെ സ്റ്റൈലിലാണ് കേട്ടോ. ആദ്യം പറഞ്ഞ അതേ റൂളിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ നേവൽ പാർട്ടിൽ കൊണ്ടുവന്ന് ഡബിൾ നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ദേ ഇവിടെ കൊണ്ടുവന്ന് ടൈറ്റാക്കിയിട്ട് ഞാൻ വയ്ക്കുന്നു. കണ്ടോ? ഈ ഒരു ടൈപ്പ് ധോത്തി സ്റ്റൈലിനെ പറയുന്നത് ഖാൻ സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് എന്നാണേ. ഇനി നമ്മൾ മറ്റ് ധോത്തി സ്റ്റൈലിലൊക്കെ ചെയ്ത പോലെ തന്നെ സിമിലർ ആദ്യത്തെ ധോത്തി സ്റ്റൈലിൽ ചെയ്ത ഏകദേശം അതേപോലത്തെ തന്നെ പരിപാടിയാണ് ചെയ്യുന്നത്. ഇത് കൊണ്ടുവന്ന് നേരെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് ടക്കിൻ ചെയ്യും. അതിനുശേഷം ആ സൈഡിൽ വരുന്ന ആ ഭാഗം നേരെ എടുത്ത് ആ കസവ് മുകളിലേക്ക് ആകുന്ന രീതിയിൽ കൊണ്ടുവന്ന് നേരെ ബാക്കിൽ സെൻറ്റർ ഭാഗത്തായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ടക്കിൻ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ അടിയിലത്തെ ഭാഗം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മറ്റേതിനേക്കാളും ഭംഗിയായിട്ട് വരിക ഈ ഒരു ടൈപ്പിൽ ധോത്തി എടുക്കുമ്പോഴാണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ മുന്താണീൻ്റെ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഈസി ആയിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ കാരണം ഒത്തിരി ചെറിയ പ്ലീറ്റ്സ് ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എനിക്ക് എപ്പോഴും ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ പ്ലീറ്റ്സ് എടുത്തു ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഷോൾഡറിലായിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലത്തെ കസവ് എടുത്തിട്ട് നേരെ ബാക്കിൽ കൊണ്ടുവന്ന് ഞെറിവുണ്ട് വെച്ചാൽ ആ ഞെറിഞ്ഞ് നേരെ ബാക്കിൽ സെൻറ്ററിലായിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.